കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഗ്രില്ലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഗ്രില്ല്, അതുപോലെ പാരപ്പറ്റിൻ്റെ ഗ്രില്ല്, ഇതൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യമേ ഞങ്ങളിവിടെ ചെയ്യുന്നത് സിറ്റ് ഔട്ടിൻ്റെയാണ്. ആ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ താഴത്തെ സിറ്റ് ഔട്ടല്ല, മേളിൽ അവരുടെ വീടിൻ്റെ മേളത്തെ നിലയിലെ സിറ്റ് ഔട്ടിൻ്റെ വർക്കാണ് ഞങ്ങളിപ്പോൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിന് ചെയ്യുന്നത് എൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞത് 2x2 സ്ക്വയർ ട്യൂബ് ഫ്രെയിം മേടിച്ചു. 1x1 സ്ക്വയർ ട്യൂബ് ഞങ്ങളകത്ത് വെർട്ടിക്കലായിട്ട് ഞങ്ങൾ പാകി. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അന്നേരം അതിന് വേറെ ഗ്രില്ലൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഒരു ഡിസൈനൊക്കെ കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഡിസൈനൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർ ചവിട്ടി മണ്ടയ്ക്ക് കയറും, അങ്ങോട്ട് വീഴും, അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു വേണ്ട, സിമ്പിളായിട്ടുള്ള ഗ്രില്ല് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സിമ്പിൾ ഗ്രില്ല് ഞങ്ങളുണ്ടാക്കിയത്. അതുപോലെ ഇതിനകത്താണെങ്കിൽ 3.5 ഇഞ്ച് അകലത്തിലാണ് ഞങ്ങൾ ഈ 1x1 പാകിയിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഏകദേശം പണികളെല്ലാം ഞങ്ങൾ തീർന്നു. ഇനി ഞങ്ങൾക്ക് അതൊന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഞങ്ങളാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് ആ 2 സൈഡിൽ ഭിത്തിക്ക് ഈ 2 10-ൻ്റെ കമ്പി ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഡ്രില്ല് ചെയ്ത് ആ കമ്പി അടിച്ച് കയറ്റി വെച്ചിട്ട് അതിനകത്ത് വെച്ച് വെൽഡ് ചെയ്ത് ഞങ്ങളത് ഉറപ്പിച്ചു. ഇപ്പം ചെയ്യുന്നത് ആ താഴത്തെ ടൈൽസിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. ഒരു ഇഞ്ച് ഗ്യാപ്പിട്ടാണ് പൊക്കിയാണ് ഞങ്ങളത് വെച്ചിരിക്കുന്നത്. അതാണ് അതും ഇതുപോലെ 8-ൻ്റെ കമ്പി കൊണ്ടുവന്ന് അടിച്ച് ഇറക്കി അതിനകത്ത് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞ ശേഷം അത് വെൽഡ് ചെയ്തതിന് മുമ്പ് ഞങ്ങളാണെങ്കിൽ അവിടെ ടൈൽസ് വരുന്ന ഒരു പേപ്പറുണ്ടല്ലോ, കട്ടിയുള്ള പേപ്പർ, ആ കട്ടിയുള്ള പേപ്പർ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അത് മുഴുവൻ നല്ലതായിട്ട് നനച്ചെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളത് വെൽഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ തീയുടെ പൊരിയെല്ലാം വീണ് ടൈൽസ് എല്ലാം വല്ലാതെ വൃത്തികേടായിപ്പോകും. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ മേളത്തെ നിലയിലെ സിറ്റ് ഔട്ടെന്ന് പറഞ്ഞാൽ അതിന് വലുതും ഒരെണ്ണം ചെറുതുമാണ് ഞങ്ങളവിടെ ചെയ്യുന്നത്. ചെറുതിൻ്റെ വീതി എന്ന് പറഞ്ഞത് 4 അടിയാണ് വീതിയുള്ളത്. പൊക്കം രണ്ടിനും 1 മീറ്ററാണ് ഞങ്ങൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലെല്ലാം കറുത്ത പെയിൻ്റ് കൂടെ അടിക്കാനുണ്ട്. കറുത്ത പെയിൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ ശേഷമേ ഞങ്ങൾ കറുത്ത പെയിൻ്റ് അടിക്കാറുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്നത് ഞങ്ങൾ വീടിൻ്റെ വെളിയിലത്തെ പാരപ്പറ്റിൻ്റെ ഗ്രില്ലാണ് ഞങ്ങളിതിപ്പം ചെയ്യുന്നത്. അതിപ്പോൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൈൻഡ് ചെയ്ത് നല്ല വൃത്തിയാക്കാനുണ്ട്. അവിടെ എല്ലാം ടാക്ക് അടിക്കുന്നതെല്ലാം കൈ മുറിയുന്നതന്നെ ഞങ്ങൾ ഗ്രില്ല് മുഴുവൻ ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യുക. ഈ ഗ്രില്ലിന് ഇച്ചിരി കുറവുണ്ടെന്ന് വെച്ചാൽ ആ പാരപ്പറ്റിൻ്റെ സൈഡിൽ അതൊരു 8 ഇഞ്ചോ 10 ഇഞ്ചോളം അതിൻ്റെ ഒരു ഹൈറ്റിൽ അത് ചെറുതായിട്ട് പാരപ്പറ്റ് പൊക്കി വെച്ചിരിക്കുന്നത്. അതിന് മണ്ടയ്ക്കാണ് ഞങ്ങളിത് കണ്ടത്. ആ പൊക്കി വെച്ചിരിക്കുന്നതാണ്. അതിന് മണ്ടയ്ക്ക് വരുമ്പോഴത്തേക്ക് 1 മീറ്റർ തികച്ച് ഞങ്ങൾക്ക് ഗ്രില്ല് പണിയേണ്ട കാര്യമില്ല. അത് വെച്ചിട്ട് അതിൻ്റെ ആ പൊക്കം മാത്രം വെച്ചിട്ട് കുറയ്ക്കണം. എന്നിട്ട് ഞങ്ങളത് മുഴുവനും അവർ പറഞ്ഞ് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് അതിനകത്ത് കയറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഭിത്തിക്കകത്ത് കയറ്റി വെക്കണം. അന്നേരം അതിന് ഞങ്ങൾ ടേപ്പർ കട്ടിങ് ചെയ്യാതാണ് ഞങ്ങളിതിവിടെ ചെയ്തിരിക്കുന്നത്. അന്നേരം ടേപ്പർ 2 സൈഡിലോട്ടും തള്ളിട്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് കമ്പി ഡ്രിൽ മെഷീൻ കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിച്ച് കയറ്റിട്ട് അത് ബലപ്പെടുത്തി ഉറപ്പിച്ച് ഞങ്ങൾ കിട്ടും. ഇപ്പം ഞങ്ങളാണെങ്കിൽ ആ ഗ്രില്ല് പാരപ്പറ്റിൻ്റെ മണ്ടയ്ക്കത്തെ ഗ്രില്ല് ഞങ്ങളത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ആ സൈഡെല്ലാം ഞങ്ങൾ കമ്പി അടിച്ച് വെൽഡ് ചെയ്ത് താഴെയും ഇതുപോലെ ഒരെണ്ണമുണ്ട്, അതുകൂടെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇവിടുത്തെ എല്ലാം തീരുന്നതാണ്.
ഇനി താഴത്തെ ഒരു കമ്പിയുടെ അടിച്ച് കയറ്റി അതോട് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇവിടുത്തെ തീർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ബൈ ബൈ. വീണ്ടും കാണാം.